ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ യാർഡിലെ ആദ്യത്തെ വണ്ടി കേട്ടോ, നമ്മുടെ സാധാരണക്കാരൊക്കെ എടുക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു അൾട്ടോ 800 ആണ്. ലിജി ചേട്ടാ, ഇതെങ്ങനെ ഇതിന്റെ മോഡൽസ് വരുന്നത്? ഇത് 2019 സിംഗിൾ ഓണറുള്ള വണ്ടിയാണ്. 2019 സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഏകദേശം ഒരു 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 55,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? 2019 സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ? വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. മേജറായിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത വണ്ടിയാണ്. ഇത് LXi അല്ലേ? LXi ആണ്. അതായത് AC കാര്യങ്ങളെല്ലാം, അതെ, സീറ്റ് കവേഴ്സ് ഒക്കെ പുതിയതായിട്ട്. സോ വണ്ടി AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന അൾട്ടോ LXi ആണ്. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ വണ്ടിയിൽ? അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പിന്നെ ടയേഴ്സിക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 80% ടയേഴ്സ് അല്ലേ? 4 ടയേഴ്സും ഏകദേശം ഒരു 80% ടയേഴ്സ് കാണുന്നുണ്ട്. ഇത് എങ്ങനെ നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് വരുന്നത്? ഇത് ഏകദേശം നമുക്കൊരു 2.75 ലാസ്റ്റ് പ്രൈസിൽ കൊടുക്കാം. 2.75 കൊടുക്കാം. ലാസ്റ്റ് ആണോ? എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യോ? അത് ഇനി നമുക്ക് കസ്റ്റമർ വന്നിട്ട് ആസ്ക് ചെയ്താൽ എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്തിട്ടോ. 2.75 ആണ് പറയുന്നത്. സോ 2019 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2.75 ആട്ടോ ആസ്ക് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. പിന്നെ പേപ്പർ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഫിനാൻസ് എല്ലാ ഫിനാൻസും അവൈലബിൾ ആണ്. പ്രൈവറ്റും എല്ലാ ഫിനാൻസും അവൈലബിൾ ആട്ടോ. പ്രൈവറ്റും ബാങ്കിങ്ങും എല്ലാ ഫിനാൻസും അവൈലബിൾ ആണ്. സോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടിയാണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അടുത്ത അൾട്ടോ 800 ഇത് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ ആണ്. VXi വേരിയന്റിലാണ് ഈ വണ്ടി വരുന്നത്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. 70,000 ജെന്യൂൻ കിലോമീറ്റേഴ്സ് ആണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡ് ഒന്നും കയറാത്ത വണ്ടിയാണ് കേട്ടോ. മലപ്പുറം രജിസ്ട്രേഷൻ കിടക്കുന്നതാണ്. നല്ല വൈറ്റ് കളേഴ്സിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. എക്സ്റ്റേറിയൽ നോക്കുകയാണെങ്കിൽ ഇത് എത്ര ഓണർഷിപ്പ് വരുന്നത്? ഇത് തേർഡ് ഓണർ ആയിട്ടുണ്ട് അല്ലേ? 2015 തേർഡ് ഓണർഷിപ്പ് ആട്ടോ. എക്സ്റ്റേണലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ്. പിന്നെ ടയേഴ്സ് ആണെങ്കിലും ഏകദേശം ഒരു 80-85% ടയേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ത്യൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. നല്ല നീറ്റ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റിൻ്റെ കളറൊന്ന് ഷെയ്ഡായിട്ടുള്ളൂ. ബാക്കി വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. LXi ആണ് വണ്ടി, VXi ആണ് വണ്ടി മോഡൽ വരുന്നത്. ഇതിലും AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം ആണ്. ഈ മ്യൂസിക് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഒക്കെ അല്ലേ? ഒക്കെ പക്കയാണ് കേട്ടോ. ഇത് എത്ര നമുക്ക് ലോൺ കയറും? ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റും. അതായത് കസ്റ്റമറിന്റെ ട്രാക്കിനനുസരിച്ച് നമുക്ക് ഫുൾ ലോൺ തന്നെ ഇറക്കി ഫുൾ ലോൺ ഇറക്കി കൊടുക്കാം. സോ നിങ്ങൾക്ക് നല്ല എടുക്കാൻ പറ്റിയൊരു വണ്ടിയാട്ടോ അൾട്ടോ 800. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. ചേട്ടാ, അടുത്ത അൾട്ടോ 800 ഇത് എങ്ങനെ ഡീറ്റെയിൽസ്? 2015 സിംഗിൾ ഓണർ 2015 സിംഗിൾ ഓണർ ആണല്ലേ? ഇത് ഫുൾ ലോണിൽ ഇറക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, നല്ല ട്രാക്കിലാണെങ്കിൽ ഫുൾ ലോണിൽ ഇറക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിന് ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നും കയറിയിട്ടില്ല അല്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ 2015 ഇറക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് നല്ല പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഇത് എക്സ്ട്രാ പുതിയ സീറ്റ് കവേഴ്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഇതിലൊരു മ്യൂസിക് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് എത്ര ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് ഏകദേശം 70 ഓടിയിട്ടുണ്ട് അല്ലേ? ഏകദേശം 70,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പുതിയ ടയേഴ്സ് തന്നെ കേട്ടോ. ഏകദേശം ഒരു 90-95% എബോ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് LXi മോഡലാണല്ലോ വരുന്നത്. LXi ആണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. നമ്മുടെ യാർഡിലുണ്ട്. ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഹുണ്ടായുടെ ഇയോൺ ആണ്. ലിജേട്ടാ, അതിന്റെ ഡീറ്റെയിൽസ്? ഇയോൺ എറാ പ്ലസ് 2013 എറാ പ്ലസ് ആണല്ലേ? സെക്കൻഡ് ഓണറിലുള്ള വണ്ടിയാണ്. നല്ല സീറ്റ് കവർ ടയർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. ഒന്നിന്റെ താഴെ ഓടിയ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? ഒന്നിന് താഴെ ഓടിയിട്ടുള്ളൂ. ഒന്നിന് താഴെ ഓട്ടുള്ളൂ. 2013 ഒരു 1.40 കൊടുക്കാം. ഒരു 1.25 വരെ ലോണും കൊടുക്കാം. അതെല്ലേ? 1.40 വണ്ടി നമുക്ക് ഇറക്കാട്ടോ. ഏകദേശം 1.20 തന്നെ ലോണും 1.20 ലോണും അവൈലബിൾ ആണ് കേട്ടോ വണ്ടിയിൽ. എക്സ്റ്റീരിയൽ കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർക്ക് വരുവാണെങ്കിലും നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. മ്യൂസിക് സിസ്റ്റം ഒക്കെ കാണുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. മ്യൂസിക് സിസ്റ്റം ഒക്കെ വർക്കിംഗ് ആണ്. ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ഇത് നമുക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ആൾട്ടോ സാധാരണ ഒരു 18 ഒക്കെ കിട്ടും. എന്തായാലും അതല്ലേ? ഓക്കെ. അതുപോലെ തന്നെ മെയിൻ്റെനൻസും തന്നെ കുറവായിരിക്കും. ഓക്കെ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.